മൾട്ടിപ്ലിക്കേഷൻ ഡിസോർഡർ വരുന്ന ആളും പ്രേതബാധയുള്ള ആളെയും തമ്മിലുള്ള വ്യത്യാസം എന്താൽ പ്രേതബാധയുള്ള ആളുടെ ശരീരത്തിൽ മറ്റൊരു ആളുള്ളതുപോലെ തോന്നും. അതുപോലെ തന്നെയാണ് ഈ അസുഖമുള്ള ആളുടെ ശരീരത്തിൽ വേറൊരാളുള്ളതുപോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥയിൽ അങ്ങനെയാണ്. കാരണം ശരിക്കും ഇതൊരു രോഗാവസ്ഥയാണോ അതോ പ്രേതം കയറിയതാണോ എന്നറിയില്ല. ഒരു ഫാമിലിയിലെ 3 പേരെ ഒരാൾ കൊല്ലുന്നു. അവളുടെ വീട്ടിലുള്ളവരെ തന്നെയാണ് അവൾ കൊല്ലുന്നത്. എന്നാൽ മൃഗീകമായിട്ടാണ് ഇവൾ കൊന്നിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇവൾക്ക് അസുഖമാണോ അതോ പ്രേതബാധയാണോ എന്നുള്ള ഒരു സിനിമയാണിത്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഈ കഥ. എല്ലാവരും മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മരിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു വീട്ടിലെ 3 പേരെ കൊന്നിരിക്കുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ പ്രേതത്തിനെ കൊണ്ടുവരാനുള്ള കുറച്ച് മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം മരിയനെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അവൾക്ക് മാനസികമായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടിട്ട് അവിടെ ഇറ്റാലിയിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നു. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഡിസബെല്ല TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളാണ് മരിയയുടെ മോള്. 3 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ ശരിക്കും എന്താണ് അമ്മയ്ക്ക് പറ്റിയത്? അമ്മയ്ക്ക് അസുഖമാണോ അമ്മയ്ക്ക് പ്രേതബാധയാണോ എന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്ന മോള്. അവൾ തിരിച്ച് ഇറ്റലിയിലേക്ക് പോയാണ്. അമ്മയുടെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ട് അമ്മയ്ക്ക് വല്ല ബാധയാണോ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ച് അത് കോടതിയിൽ കൊണ്ടുപോയിട്ട് അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മോള് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. അതിനുശേഷം ഒരു കോളേജ് കാണിക്കുന്നു. അവിടെ ഒരു ഫാദർ ആണെങ്കിൽ പ്രേതത്തിനെ പറ്റിയും ഈ അസുഖത്തെ പറ്റിയും പറഞ്ഞ ഒരു ക്ലാസ് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ശരീരത്തിൽ പ്രേതം കയറി കഴിഞ്ഞാൽ അവർ വയലന്റ് ആയി മാറും. എന്നാൽ ആ ശരീരത്തിൽ ഒരുപാട് പ്രേതം കയറി കഴിഞ്ഞാൽ അവർ ഒരുപാട് ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേന് അവരൊരു വീഡിയോ കാണിക്കുന്നു. ഈ പെണ്ണിൻ്റെ അവസ്ഥ കണ്ടോ? ഇവൾ മൃഗീയമായല്ലേ ഇവൾ ഓരോ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടികൾ പറയുന്നത് ഇവളുടെ ശരീരത്തിൽ പ്രേതങ്ങളാണ്. അപ്പോഴത്തേക്കിന് സാറ് പറയാണ് യഥാർത്ഥത്തിൽ ഇവളുടെ ശരീരത്തിൽ പ്രേതമാണോ ഉള്ളത് അത് അസുഖമാണോ എന്ന് നിങ്ങൾ കണ്ടു നോക്കാൻ പറയുന്നു. അപ്പോൾ കുട്ടികളെല്ലാം പറയുന്നു അതേ പ്രേതബാധയാണ്, അതാണ് ഇവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്നു. എന്നാൽ ആ സാറ് പറയാണ് ഇതൊരിക്കലും പ്രേതമല്ല, ഇവളുടെ അസുഖമാണ്, ഇവൾ അസുഖമായിട്ടാണ് ഈ അസുഖം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓരോരുത്തരെ ഇവൾ കൊല്ലാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായികയെ കാണിക്കുന്നു. അവളാണ് ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ചിരിക്കുകയാണ്. അവൾ പറയുന്നു ഞാൻ യഥാർത്ഥത്തിൽ പ്രേതത്തെ ഒന്നും കണ്ടിട്ടില്ല, യഥാർത്ഥത്തിൽ ഈ പ്രേതമൊക്കെ ഉണ്ടോ എന്ന്. പ്രേതമുണ്ടോ എന്നറിയാം, അവൾക്കൊരു ഫിലിം എടുക്കണം എന്ന് പറയും. ഫ്രണ്ട് ചോദിക്കും ഇതെന്തിനാ നീ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണ്ടേന്ന് ചോദിക്കും. അപ്പോൾ അവൾ ആ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു. എൻ്റെ അമ്മ 3 പേരെ കൊന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ അവിടെ ഉള്ളവർ ഞെട്ടും. യഥാർത്ഥത്തിൽ ഇതൊരു ബാധയാണോ അത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവളുടെ പ്ലാൻ. അപ്പോൾ ഇവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സ് ഇവളോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അവൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബെൻ ഇസബെല്ലയോട് ചോദിക്കുന്നു നീ നിൻ്റെ അമ്മയെ കാണാൻ എന്നാ പോകുന്നതെന്ന്. അവൾ പറയുന്നു നാളെ പോവുകയാണ് എൻ്റെ അമ്മയെ കാണാൻ. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് പ്രേതത്തെ പറ്റിയോ അതിൻ്റെ കാര്യങ്ങളും അറിയണമെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വീട്ടിലെ അഡ്രസ്സ് കൊടുക്കുകയാണ്. അവൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുവാണ് നിൻ്റെ അമ്മ വയലൻ്റ് ആയിട്ട് പെരുമാറും, അതുകൊണ്ട് തന്നെ നീ ഒത്തിരി നേരം സംസാരിക്കില്ലേ, പെട്ടെന്ന് പോരണമെന്ന് പറയുന്നു. അതിനുവേണ്ടി ഇസബെല്ല അമ്മയെ കാണാൻ ചെല്ലുന്നു. അമ്മ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അമ്മ അന്ന് ഒന്നും മിണ്ടാതെ അനങ്ങാതിരിക്കുകയാണ്. അമ്മയുടെ പഴയ ഫോട്ടോ കൊടുക്കുന്നു. ഈ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൾ അമ്മയുടെ കൈ നോക്കുമ്പോൾ അവളുടെ അമ്മയുടെ കയ്യിൽ വ്യത്യസ്തകരമായ പാടുകൾ ശ്രദ്ധിക്കുന്നു. നെറ്റിയിൽ പോലും ഉണ്ടായിരുന്നു. ആ പാടെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെടുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ വരും, നീ ആരാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് അവൾക്ക് പേടിയാവുന്നു. എങ്കിലും അവൾ ഇത്രയും നേരം വന്നിട്ട് അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോകാനായി ഇറങ്ങുമ്പോൾ അമ്മ അവളോട് പറയുകയാണ് നീ ഒരു കുട്ടിയെ കൊന്നില്ലേ എന്ന്. അവൾ ഉടനെ പേടിക്കുന്നു. എന്താ അമ്മ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൾ അടുത്തേക്ക് വരുമ്പോൾ അമ്മ വളരെ ദേഷ്യത്തോടെ കാറുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവൾ പേടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആ ഡോക്ടർമാരെല്ലാം വന്നിട്ട് നീ ഇവിടുന്ന് പൊക്കോളൂ എന്ന് പറയുന്നു. അതിനുശേഷം അവൾ അവിടുന്ന് പോകുകയാണ്. അവൾ തിരിച്ച് ബെന്നിൻ്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം അമ്മയുടെ മേത്തുള്ള പാടുകളെല്ലാം അവൾ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോ അവനെ കാണിക്കുകയാണ്. ഇതെന്താണ് നിന്റെ അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ? അത് അവൾക്കറിയില്ലായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു ഇതെന്തെങ്കിലും ബാധയാണോ എന്ന് നമുക്ക് നോക്കണമെന്ന്. അതിനുശേഷം അവൻ കുറച്ച് ഫോട്ടോസുകൾ കാണിക്കുന്നു. കുറച്ച് പെണ്ണുങ്ങളുടെയായിരുന്നു. ഈ പെണ്ണുങ്ങൾ കണ്ടോ ഇവർക്കെല്ലാം പ്രേതബാധ വന്നവരാണ്. ഞാൻ ഓരോ സെർച്ച് ചെയ്ത് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ബാധ ചെയ്യുന്ന ശരീരത്ത് ഓരോരോ പാടുകൾ ഉണ്ട് എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഇസബെല്ല പറയുന്നു ഇത് നമ്മൾ അന്ന് ക്ലാസ്സിൽ ഫാദർ കാണിച്ച ആ പെൺകുട്ടിയുടെ ഫോട്ടോയല്ലേ, പക്ഷെ ഫാദർ പറഞ്ഞല്ലോ അവൾക്ക് ഏതാണ്ട് അസുഖമാണെന്ന്, ഒരിക്കലും പ്രേതബാധയല്ലെന്നല്ലേ പറഞ്ഞതെന്ന്. എന്നാൽ ഫാദർ പറഞ്ഞ കള്ളമാണ്, അവൾക്ക് പ്രേതബാധയാണ് ഉള്ളത് എന്ന് പറയുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടുന്നു. എന്നാൽ അവളെ നമുക്ക് കാണാൻ പോകാം, അപ്പോൾ നീ വിശ്വസിക്കുമല്ലോ, അവളുടെ വീടും അഡ്രസ്സും എനിക്കറിയാം, നമ്മൾ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോകുകയാണ്. ആ വീട്ടിൽ ചെന്നിട്ട് ആ പെണ്ണിൻ്റെ അമ്മയെ കാണുന്നു. അവൾ അമ്മ പറയുന്നു ഈ മോള് കാരണം ഭയങ്കര ടോർച്ചറാണ്, അവൾ വല്ലാതെ കാറുന്നു, രാത്രിയാകുമ്പോൾ അവളുടെ സ്വഭാവം വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ അവളെ മണ്ടയ്ക്ക് റൂമിൽ ചെന്ന് അവളെ കട്ടിലെ കെട്ടിയിട്ടേക്കുവാന്ന് പറഞ്ഞു. അവളെ കാണുവാൻ റൂമിൽ പോയപ്പോൾ വെള്ള തുണിയിൽ മൂടി കിടക്കുകയാണ്.
മാറ്റുകയായിരുന്നു. പുതപ്പ് മാറ്റിയപ്പോഴോ അവളുടെ ശരീരം വളഞ്ഞൊടിഞ്ഞതുപോലെ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇരുന്നത്. അതിനുശേഷം ആ പെണ്ണിനെ നേരെയാക്കി. അപ്പോൾ അവൾ വയലൻ്റായി പെരുമാറുകയാണ്. അവരുടെ കൂടെ ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം അവളുടെ തലയിലേക്ക് കൈവച്ചു. പെട്ടെന്ന് അവൾ വയലൻ്റായി അവരെല്ലാം ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കരമായി അവൾ വല്ലാരത്തെ രൂപത്തിലേക്ക് ആകുകയാണ്. പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. പെട്ടെന്ന് അവളെ കെട്ടുകളെല്ലാം അവൾ വലിച്ചു പൊട്ടിച്ച് അതിനുശേഷം അവിടെയുള്ളവരെ ആക്രമിക്കുവാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ആ പള്ളിയിലച്ഛൻ ഒരുവിധം അവൾ ശാന്തമാക്കുന്നു. അതിനുശേഷം പ്രേതബാധ അവളുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അതിനുശേഷം ഇസബെല്ല അവൾ വീട്ടിൽ ചെന്നിട്ട് അവിടെ അന്നെടുത്ത ആ പ്രേതബാധയുടെ വീഡിയോ എല്ലാം ഇരുന്ന് കാണുകയാണ്. ആ സമയം അവളുടെ ഫോൺ വെല്ലടിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രണ്ട് ചോദിക്കുന്നു, എന്താ പറഞ്ഞതെന്ന്, ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയാണ്, അമ്മയുടെ കേസ് വഹിക്കുന്ന വക്കീലായിരുന്നു, അദ്ദേഹം ഈ കേസിൽ നിന്ന് പിൻവലിയുകയാണ്. കാരണം അമ്മയുടെ അസുഖം കൂടിയിരിക്കുകയാണ്. അമ്മ മെൻ്റലായിട്ട് വളരെയേറെ രീതിയിൽ പെരുമാറുന്നു. ഇത് പ്രേതബാധയാണ് എന്താണെന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് തീരുമാനിക്കുകയാണ്, അമ്മയുടെ അസുഖമാണോ അതോ ബാധയാണോ, ഈ ഡിസോർഡർ ആണോ എന്ന് അറിഞ്ഞിട്ട് അമ്മയെ വെളിയിലേക്ക് വിടാനാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല അമ്മേനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാൻ ചെയ്യുന്നു അവർ. ഡോക്ടർ അവൾ അമ്മേനെ കൊണ്ടുവന്ന ഒരു കട്ടിലേക്ക് കടത്തിയേക്കുവാണ്. ഇനി നിങ്ങൾ എങ്ങനെയും അവളുടെ ബാധയാണോ എന്താണെന്ന് നോക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. എന്നാൽ അവിടെ വന്ന ആ പകലത്തിനും ചേർന്ന് ആ ബാധ മാറ്റാൻ ശ്രമിക്കും. അവർ വല്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. ഭയങ്കരമായി കാറുകയും അവൾ കൈകൾ ഉയർത്തി അവർ ചാടുവാൻ നോക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഒരു ബാധ വന്നതുപോലെ അവർക്ക് തോന്നുന്നു. അവർ കുറേ നേരം നിന്നിട്ട് പോലും അവരുടെ നിയന്ത്രണത്തിൽ അവരെ കൊണ്ടുവരാനായി പറ്റിയില്ല. അപ്പോൾ ഇസബെല്ല അമ്മയോട് പറയാണ്, എൻ്റെ അമ്മ പാവമാണ്, എൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകാൻ പറയുന്നു. അപ്പോൾ അമ്മ പറയാണ്, നീ ഒരു കുഞ്ഞിനെ കൊന്നില്ലേ, നീ ഒരു ദുഷ്ടിയാണ് എന്ന് പറയുന്നു, നീയാണ് പിശാചെന്ന് പറയുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് മരിയ ഒരു ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മരിച്ചു പോയായിരുന്നു. അത് പിന്നെ അവളുടെ ഇപ്പോൾ ഉണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്നുള്ള രീതിയാണ് അവൾ പറയുന്നത്. തിരിച്ച് വീട്ടിൽ വന്ന ബെൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേവിഡ് പറഞ്ഞു, എന്താ കാണുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലായില്ല, അവരുടെ ശരീരത്തിൽ 4 പ്രേതങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഡേവിഡ് പേടിക്കുകയാണ്. ഡേവിഡ് പറയുകയാണ്, ഒരു കൊച്ചിന് മാമോദിസയുണ്ട്, അതുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയാണ്. കാരണം അദ്ദേഹം ഒരു പള്ളിയിലച്ഛനാണ്. പള്ളിയിലേക്ക് പോയി കുഞ്ഞിനെ മാമോദിസ മുക്കുവാനായി ശ്രമിക്കുന്നു. എന്നാൽ മുക്കുന്ന സമയം വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. എന്നാൽ എല്ലാവരും കടന്ന് കാറുകയാണ്. എന്താ ഈ ചെയ്യുന്നത്, കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറയുന്നു. ആ സമയത്ത് അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയിൽ പ്രേതത്തിനെ പോലെ അവൻ വല്ലാത്ത രീതിയിൽ പെരുമാറുകയാണ് ഈ അച്ഛൻ്റെ ഈ പെരുമാറ്റം കണ്ട് ഇവർ ഞെട്ടുകയാണ്. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വരുമ്പോഴോ ഇസബെല്ല പ്രാങ്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂട്ടുകാർ വന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതുപോലെ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർ പേടിക്കുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഉടനെ തന്നെ അവിടെ കറണ്ട് പോകുകയാണ്. ആ സമയത്ത് ഡേവിഡിന്റെ മുറിയിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇവർ ഓടി ചെല്ലുമ്പോൾ ഡേവിഡിന്റെ കണ്ണ് രണ്ടും വെള്ള കളറിൽ ഇരിക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ. എന്ത് ചെയ്യും, എന്ത് സംഭവം എന്ന് പോലും അവർക്കറിയില്ല. അവർ പേടിച്ചിരിക്കുകയാണ്. ബെന്നിനോട് ഡിസംബറിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവൻ പറയുന്നു, ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഡേവിഡിനെ കാണാനില്ല. അവൻ എവിടെ പോയി എന്ന് വിചാരിക്കുമ്പോൾ ബെന്നിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഇവനെ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറയുന്നു. ബാക്കി 2 പേരും താഴേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാർ വന്ന് ഡേവിഡ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു, ഡേവിഡിന് എന്തോ വയ്യാതിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് കയറിപ്പോകല്ലേ എന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഒരു പോലീസുകാരനകത്തേക്ക് കയറിപ്പോവുകയാണ്. ഡേവിഡിനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ഇറങ്ങി വരികയാണ്. ആ പോലീസുകാരൻ്റെ തോക്ക് പെട്ടെന്ന് ഡേവിഡിന്റെ കയ്യിലേക്ക് വരുന്നു. പെട്ടെന്ന് അവർ പറയുന്നു, ഡേവിഡ് നീ ഒന്നും ചെയ്യല്ലേ എന്ന്. ഡേവിഡ് പക്ഷേ വായിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് വെടിവെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയുന്നു, നീ ഒന്നും ചെയ്യല്ലേ, നിൻ്റെ ശരീരത്തിൽ പ്രേതമുണ്ട്, അതിനെ നീ കൺട്രോൾ ചെയ്യാൻ പറയുന്നു. പക്ഷെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ വെടിവെച്ച് അവൻ സ്പോട്ടിൽ ചെന്നേ മരിക്കുകയാണ്. അത് കണ്ട് ഇസബെല്ല തല കറങ്ങി താഴേക്ക് വീഴുന്നു. എന്നാൽ ഇസബെല്ലയുടെ മുഖം വല്ലാതായി മാറുന്നു കണ്ടിട്ട് ഇവർ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഇതെന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, ആദ്യം മരിയുടെ ശരീരത്തിൽ ആത്മാവുണ്ടായിരുന്നു, ആ ആത്മാവാണ് ഡേവിഡിൻ്റെ ശരീരത്തേക്ക് കയറിയത്. ഇപ്പോൾ ഡേവിഡിൻ്റെ ശരീരത്തിൽ നിന്ന് പോയി ഇസബെല്ലയുടെ ശരീരത്തേക്ക് കയറിയിരിക്കുകയാണ്. ഒരു ശരീരത്തിൽ മറ്റു ശരീരത്തിലേക്ക് പോകുന്ന ആത്മാവാണ് ഇത് എന്ന് പറയുന്നു. ബെൻ ഒരു ഫാദറിനെ വിളിച്ച് പറയുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഫാദർ പറയുന്നു, ഉടനെ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ അവിടുത്തെ നേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് അവളെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ നേഴ്സ് പറയുന്നു, ഒരു ദിവസം ഇവിടെ കടന്നിട്ട് നാളെ
ആളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ അവൾ ഇവിടെ കടന്നാൽ ആപത്തുണ്ടാകും എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കാർച്ച് കേട്ടുന്നു. നോക്കുമ്പോൾ ഡിസബലയാണെങ്കിൽ ഡോക്ടർ പരിശോധിക്കാൻ വന്ന ഡോക്ടറെ എല്ലാം കുത്തി കൊന്നിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ ശരീരത്തെല്ലാം ബ്ലഡ് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും കൊല്ലുകയാണ്. അവളെ നിയന്ത്രിക്കാൻ അവരെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പറ്റുകയില്ല. അവരെല്ലാം കൊല്ലുന്ന രീതിയിൽ വല്ലാത്ത രീതിയിൽ അവളെ മുഖം മാറുകയാണ്. അവൾ വളഞ്ഞൊടിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം പേടിക്കുന്നുണ്ട്. ഒരു നേഴ്സ് അവളെ ഇൻജക്ഷൻ ചെയ്യാണ്. പെട്ടെന്ന് അവളെ മയങ്ങി വീഴുന്നു. അവർ കാറിലേക്ക് അവളെ കടത്തി ചർച്ചിലേക്ക് കൊണ്ടുവരികയാണ്. പെട്ടെന്ന് തന്നെ അവൾ വയലന്റ് ആവുകയാണ്. പെണ്ണിനെ കഴുത്തിൽ ഞെരുക്കി കൊല്ലുവാനായി ശ്രമിക്കുന്നു. ആ സമയത്ത് തന്നെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ പിടിച്ച് ഞെക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരുവിധം ബെന്ന് അവളെ ശാന്തമാക്കുന്നു. പെട്ടെന്ന് അവളെ ബാധ പോയതുപോലെ അവൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ആ കാർ ഓടിക്കുന്ന ആ ക്യാമറമാൻ്റെ ശരീരത്തിൽ എന്തോ ഒരു വ്യത്യാസം സംഭവിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ശരീരത്തേക്ക് ആ ആത്മാവ് കയറിയാണ്. ഡിസംബറിലെ ശരീരത്തു നിന്ന് മാറി ഇപ്പോൾ ആ കാർ ഡ്രൈവറിൻ്റെ ശരീരത്താണ് ആ ആത്മാവ് കയറിയിരിക്കുന്നത്. അയാൾ മറ്റേ വണ്ടിയിൽ കൂട്ടിയിടിപ്പിക്കുന്നു. അത് വലിയൊരു ആക്സിഡൻ്റായി മാറും. അതിനുശേഷം കാണിക്കുന്നത് ഡിസബലയുടെ കേസ് ഇതുവരെയായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രേതകഥയാണോ അതോ ഒരു അസുഖമാണോ എന്നൊന്നും ക്ലിയർ ആയിട്ട് ഈ കഥയിൽ പറയുന്നൊന്നുമില്ല. ഇതോടെ ഈ കഥ അവസാനിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.